ഹായ് പപ്സിന്റെ മണം അത് മുട്ട പപ്സ്. കോരി ചൊരിയുന്ന മഴയത്തെ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു നാടൻ പപ്സ് ഉണ്ടാക്കിയാലോ? ഇത് സാധാരണ പപ്സ് അല്ല, പപ്സിന്റെ അപരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. എളുപ്പത്തിൽ തയ്യാറാക്കാം, എന്നാൽ സാധാരണ പപ്സിന്റെ അത്ര അൺഹെൽത്തിയും അല്ല. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലല്ല, ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ബ്രൗൺ കളറായി മുരിഞ്ഞൊന്നും പോവരുത്, നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പകുതി തക്കാളി ചെറുതായിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ തട്ടിപ്പൊത്തി അടച്ചു വെച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിലവിടെ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വരട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പം സവാളയൊക്കെ അടി പിടിച്ചു പോയാലോ. അതുപോലെ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. അത് മതി. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞങ്ങൾ എരിവ് പൊതുവേ കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു അളവിലെടുത്തത്. പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം പാകത്തിനുള്ളൊരു എരിവായിരിക്കും. അത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. മീറ്റ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം വെച്ചാൽ അതിൽ പെരുംജീരകത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഈസ്റ്റേണിൻ്റെയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ടുണ്ട്. അതങ്ങനെ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നികക്കെ കിടക്കത്തക്ക വിധത്തിൽ ഒഴിച്ചിട്ടുണ്ട്. സവാളയിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവറും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനാണ്. സവാള ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും പപ്സിൻ്റെ മസാലയിൽ കുരുമുളക് പൊടി വരുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവാണ്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇത് ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് അങ്ങ് ഡ്രൈ ആയി പോകണ്ട. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിലും 1 മുട്ട തന്നെ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ്, പശുവും പാലാണ്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഇനിയും വേണം, നമ്മൾ ആദ്യം പക്ഷേ ഒരുപാട് ചേർക്കണ്ട. 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിക്കുമ്പം ഒരുപാട് സമയം വെച്ച് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് അടിച്ചാൽ മതി. കാരണം മൈദ ഒത്തിരി സമയം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് മാറി ഒരു വലിഞ്ഞ ഒരു പരുവായിപ്പോവും, പശ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതിപ്പം കുറച്ച് നല്ല തിക്കാണ്. ഇതുപോലെയല്ല, നമ്മുടെ ബാറ്റർ കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരു 1/4 കപ്പും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിത് കോരി ഊറ്റി നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുള്ളൂ. ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ, കുറച്ചുകൂടെ വേണം. ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്താലും മതി. പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കുന്നേ ഉള്ളൂ. പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കാം. ഞാൻ പാലാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം ദോശമാവിൻ്റെ പരുവോ അല്ല, നീർദോശയുടെ പരുവോ അല്ലാത്ത അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവാണ്. ഇനി കുറച്ചുകൂടെ ലൂസാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഉടനെ തന്നെ നമ്മുടെ ദോശക്കല്ലിലോ ഇതുപോലത്തെ ഒരു പാനിലോ കോരി അങ്ങ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് മതി. ഇപ്പം ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൽ ബബിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. വരുന്ന സമയത്ത് നമുക്കിങ്ങ് എടുക്കാം. മറിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചൂടൊന്ന് ക്രമീകരിക്കണം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി തുണി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഉടനെ തന്നെ മാവ് അടുത്ത കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് മാവ് കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമില്ല കേട്ടോ, കുറച്ചുകൂടെ നല്ല തിന്നായിട്ട് കിട്ടും. ഒരു 1/4 കപ്പ് കൂടെ പാലോ വെള്ളവും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്കിതിങ്ങനെ എടുക്കാം. അത് കൈ വെച്ച് തന്നെ അങ്ങ് എടുക്കാം കേട്ടോ. ഇത് ശരിക്കും നമുക്ക് നമ്മൾ അവിടെ സവാളയൊക്കെ വഴറ്റുന്ന ആ സമയത്ത് തന്നെ ഇതും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് 2ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ.
ഞാൻ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 2ആയിട്ട് മുറിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. 6 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ല, നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലും തിന്നാവും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. മസാലയും ഒരു 6 പോർഷനായിട്ട് മാറ്റി വെച്ചേക്കണേ. നമുക്ക് ഒരു ഷീറ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കമത്തി അങ്ങ് വെച്ച് കൊടുക്കാം. മസാല ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി എടുത്ത് കമത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കലക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ബ്രഷ് കൊണ്ട് സൈഡിലങ്ങ് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാവ് ബാക്കിയുണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്തങ്ങ് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ പോർഷനിലും മൈദയുടെ പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എടുത്ത് മടക്കി ഒരു സ്ക്വയർ ഷേപ്പിലാക്കി മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അതവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ അമർന്നിങ്ങനെ ഇരുന്നോളും. മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സെറ്റും നമുക്ക് റെഡിയാക്കി എടുക്കാം. കമത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. വേവാത്ത പോർഷൻ ഇല്ലേ, മറിച്ചിടാത്ത ആ പോർഷൻ അടിയിലായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് സാധാരണ പപ്സ് പോലെ അല്ല കേട്ടോ. സാധാരണ പപ്സ് ഉണ്ടാക്കണ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യും, ഹെൽത്തിയും അല്ല. അപ്പം ഇത് നമുക്ക് പപ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. കാരണം കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും, നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയും വേണം എന്ന് പറയും കുട്ടികൾ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ നമ്മുടെ നാടൻ തട്ടിക്കൂട്ട് പപ്സ് ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ മുക്കി പൊരിക്കാം. പക്ഷെ ഞാനിതെപ്പോഴും ഷാലോ ഫ്രൈ ചെയ്യാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. 6 എണ്ണവും ഒറ്റയടിക്ക് തന്നെ അങ്ങ് വെക്കാം. നമ്മൾ മടക്കിയ ഭാഗം അടിയിലാക്കി വെച്ചാൽ മതി. അതാകുമ്പോൾ അവിടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നോളും. ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങ് എടുക്കാം. ഇനി വേണമെങ്കിൽ സൈഡും ഒന്ന് മൊരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് കുത്തനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എല്ലാവരും നല്ല ഉഷാറായിട്ട് എണീറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെക്കണമെന്നില്ല കേട്ടോ, വെറുതെ വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് വെക്കാറുണ്ട് ഇങ്ങനെ. ആ സമയത്ത് ഞാൻ അടുക്കളയിലെ അല്ലറ ചില്ലറ പണികളൊക്കെ തീർത്ത് വെക്കുകയാണ്. ഇപ്പം സൈത്തോട്ടം വരും, അത് കഴിഞ്ഞ് ചിക്കു വരും. അപ്പോഴത്തേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയുമാണ്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്, കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ 6 പപ്സും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങനെ ഹെവി ആയിട്ട് തോന്നില്ല കേട്ടോ. സാധാരണ ഒരു പപ്സ് കഴിക്കുമ്പോൾ നമ്മൾ വയറെന്ന് അറിയില്ല. ഇതിപ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കാൻ പറ്റും. 2 എണ്ണമല്ല, ചിലപ്പോൾ 3 എണ്ണം കഴിക്കണമെന്ന് തോന്നും. പക്ഷേ അത്രയും ടേസ്റ്റിയാണ്. ചിക്കു വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അയ്യോ വിശക്കുന്നേന്ന് പറഞ്ഞിട്ട് വരിക. ആളെ പിടിച്ച് തിന്നാനുള്ള വിശപ്പാണ്. പക്ഷെ അധികം ഒന്നും കഴിക്കുകയില്ല. എന്നാലും വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണം. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ എല്ലാവരും സ്കൂളോ ഓഫീസോ ഒക്കെ വിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഒരു വിശപ്പായിരിക്കും. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും അങ്ങനെയായിരുന്നു. വൈകുന്നേരം വരുമ്പോൾ ഒരു ആക്രാന്തമായിരിക്കും. അപ്പം ഇതുപോലത്തെ ഒരു പപ്സ് കിട്ടുകയാണെങ്കിൽ പരമാനന്ദമായിരിക്കും. മുട്ട പപ്സാ അതേ ടേസ്റ്റ്, പക്ഷെ ടെക്സ്ചർ കുറച്ചുകൂടെ പപ്സിന്റെ ടെക്സ്ചർ വന്നില്ല. പുറമെ ആ സാധനമൊക്കെ റെസിപ്പിയില്ല, ഒരു ടേസ്റ്റ് അതായിരുന്നു. ഞാനവിടെ വണ്ടി ഓടിക്കാൻ സമയം ആലോചിക്കും അവൻ എന്തായിരിക്കും സ്നാക്സ് ഉണ്ടാക്കും, അവൻ എന്തോ ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ കസ്റ്റാർഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്, എന്തോ സാധനം ആലോചിക്കും. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഉളോർമാങ്ങയുണ്ട്. ചിക്കുവിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങളൊക്കെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ എന്താ വൈകുന്നേരം ഉണ്ടാക്കുന്നത്? ഈ നാടൻ പപ്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.